വെച്ചു തരണം. മാത്രമല്ല സിറാത്തിലേക്ക് നിങ്ങൾ തരണമെന്നാ. കാരണം ആ സിറാത്ത് അദ്ദേഹത്തിന് ഉടമാവകാശമാണ്. മാത്രമല്ല മുഹീദ്ദീൻ ഷെയ്ഖ് അദ്ദേഹത്തെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുകയും വേണം. ഇവിടെ മുഹീദ്ദീൻ ഷെയ്ഖിനോട് മുഹീദ്ദീൻ ഷെയ്ഖേ എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ ഷെയ്ഖേ എന്ന് വിളിക്കുമ്പോഴേക്കും അള്ളാഹു എന്തേന്ന് ചോദിക്കും. അപ്പൊ തന്നെ കൊടുക്കാനുള്ളത് കൊടുക്കും. അള്ളാഹിനോട് വിളിച്ചാലോ ഉടൻ തന്നെ മുഹീദ്ദീൻ ഷെയ്ഖ് എന്തേ. ഇങ്ങനെയുള്ള വിശ്വാസങ്ങളാണ് ഈ സമുദായത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, നമുക്ക് പരസ്പരം ആരോടും ഒരു വിരോധവും വൈരാഗ്യവും ഇല്ല. പക്ഷേ ഇവിടെ ഈ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സമുദായത്തിൽ കടുത്ത ദലാലത്താണ്. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഖുർആനിന് വിരുദ്ധമാണ്? ഞങ്ങളുടെ വാദം എന്താണ്? ഈ ഇസ്തിഹാസ ഖുർആനിന് വിരുദ്ധമാണെന്നാണ്. കാരണം ഖുർആൻ പഠിപ്പിക്കുന്നത് അല്ലാഹുവിനോട് മാത്രം സഹായം തേടാനാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇത് അല്ലാഹു തആല പഠിപ്പിക്കുന്നതല്ലേ. മാത്രവുമല്ല ഈ ആയത്ത് മുസ്ലിങ്ങൾ ചെല്ലണമെന്ന് നിർബന്ധമായി കൽപ്പിച്ചത് തന്നെ എന്തിനാണ്? ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി തങ്ങൾ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് വളരെ വ്യക്തമായി പറഞ്ഞു. അന്നത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ളവർ തന്നെ അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നവരായിരുന്നു. അങ്ങനെ അവർ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അതിന്റെ പേരിൽ അവർ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഫഔജബല്ലാഹു അലൈഹിം അൻ യഖൂലു ഇയ്യാക നഅ്ബുദു കൂടെ വ ഇയ്യാക നസ്തഈൻ എന്നുകൂടി പറയാൻ അല്ലാഹു തആല അവർക്ക് നിർബന്ധമാക്കിയിരുന്നു എന്നാണ്. അവർ അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടിയിരുന്നു അവരുടെ ആവശ്യങ്ങളിൽ. ഇതേപോലെ തന്നെ മിൻ ശിഫാഇൽ മരീദി വ ഇഗ്നാഇൽ ഫഖീരി വ യുഖദ്ദിമൂന അൽ ഖറാബീൻ വ യഫ്അലൂന അൻ-നുദൂർ لأنهم يتوقعون إنجاح مقاصدهم بذلك ويتلون أسماءهم رجاء بركتهم. കണ്ടോ, അവരുടെ പേരുകൾ ബറക്കത്ത് ഉദ്ദേശിച്ച് അവർ പറയുമായിരുന്നു. ഫഔജബല്ലാഹു അലൈഹിം, മുശ്രിക്കുകളുടെ പേരിലാണോ? അപ്പൊ അവരുടെ മേൽ അല്ലാഹു തആല നിർബന്ധമാക്കി അൻ യഖൂലു, അവര് പറയാൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഖുർആനിന് വിരുദ്ധമാണ്. ഇവിടെ ഇയ്യാക്കയെ മുന്തിച്ചപ്പോ ആ തഖ്ദീറുൽ മഫ്ഊലിന് ഹസ്റിന്റെ മാനയുണ്ടോ? ഇവരുടെ വാദം സ്ഥാപിക്കാൻ വേണ്ടി എന്ത് പാടുപെടലാണ്. ഇമാം ബൈളാവിയെ പോലുള്ള വളരെ പ്രഗത്ഭരായ മുഫസ്സിറുകൾ അതിന് ഹസ്ർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹസ്ർ ഇല്ല എന്ന് പറയാൻ പെടപെടയ്ക്കാം. എവിടേക്കാ അന്വേഷിച്ച് എന്തേ ഈ വലാലത്ത് ഇവിടെ സ്ഥാപിച്ചെടുക്കണം? ഹസ്ർ ഉണ്ട് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞതിനെ കാറ്റിൽ പറത്തി ഇവരുടെ ഈ വലാലത്ത് സ്ഥാപിക്കാൻ വേണ്ടി മുഫസ്സിറുകളെ മുഴുവൻ അവർ നിഷേധിക്കുക. അപ്പോ അങ്ങനെ അല്ലാഹു തആല ഈ ആയത്ത് നടപ്പിലാക്കിയത് നിർബന്ധമാക്കിയതിന്റെ ആവശ്യമാണ് ഇവിടെ പറഞ്ഞത്. ഒരു ദിവസത്തിൽ രാത്രിയിലും പകലിലും ഫീ കുല്ലി യൗമിൻ വലൈല 17 മറ, എത്രയാ? 17 പ്രാവശ്യം അത് പറയാൻ അല്ലാഹു നിർബന്ധമാക്കി. വനഹാഹും അൻ ദഅവത്തി ഗൈരിഹി ഫഖാല ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അപ്പോ അദ്ദേഹം ഉദാഹരണപ്പെടുത്തിയത് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന ഭൂമിയിലുള്ള മുഴുവൻ സ്ഥലവും കണ്ടോ, വഅന്നൽ മസാജിദ് ലില്ലാഹി, അല്ലാഹുക്കുള്ളതാണ്. സുജൂദിന്റെ സ്ഥാനം, സുജൂദ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താ? സുജൂദ് ചെയ്യുന്ന മുഴുവൻ സ്ഥാനങ്ങളും എന്നാണ്. വജുഇലത് ലിയൽ അർദു മസ്ജിദൻ വതഹൂറാ, ഭൂമി മുഴുവനും മസ്ജിദാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പോ നിങ്ങൾ വഅന്നൽ മസാജിദ ലില്ലാഹ്, സുജൂദ് ചെയ്യുന്ന ഭൂമിയിലുള്ള മുഴുവൻ സ്ഥലങ്ങളും അല്ലാഹുക്കുള്ളതാണ്. അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ മറ്റാരെയും വിളിക്കല്ലേ. അല്ലാഹു തആല പറയാണ്. ശിർക്കാണെന്ന് പറയാൻ കാരണം എന്താ? നിങ്ങൾ വിശ്വസിക്കുന്ന ഈ ഇസ്തിഗാസ അല്ലാഹുവിന്റെ സമാനമായ അല്ലാഹുവിന്റെ വസ്തുക്കളെയും അവന്റെ വിശേഷണങ്ങളെയും നിങ്ങൾ വിളിക്കുന്ന ആളുകൾക്ക് സ്ഥാപിക്കുന്നു. അല്ലാഹ് മാത്രമേ ഗൈബ് അറിയുള്ളൂ. ഖുർആൻ പറയുന്നു അല്ലാഹ് മാത്രമേ ഗൈബ് അറിയുള്ളൂ. നിങ്ങൾ പറയുന്നു അല്ലാഹു അല്ലാത്തവരും അറിയും. ഖുർആൻ എന്ത് പറയുന്നു അതിനെതിരെ നിങ്ങൾ പറയും അല്ലാഹുവോട് മാത്രമേ സഹായം ചോദിക്കാൻ പറ്റുള്ളൂ. അല്ലല്ല, അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കാം. അല്ലാഹു മാത്രമേ ഗൈബ് അറിയുള്ളൂ. ഖുർആൻ ഖണ്ഡിതമായി പ്രഖ്യാപിച്ചു. അല്ല, അല്ലാഹു അല്ലാത്തവരും ഗൈബ് അറിയും. എന്താ കാരണം? അവിടെ തെളിവുണ്ടല്ലോ, ഇവിടെ തെളിവുണ്ടല്ലോ.
പിന്നത്തെ എത്ര തെളിവാണെന്നറിയാം. എത്ര ആയത്തുകളാണ് ഇവിടെ കടുത്ത ഭാഷയിൽ കഠിനമായി വിചരിക്കപ്പെട്ടത്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, എത്ര ആയത്തുകളാണ്. ചോദിക്കുമ്പോഴോ നേർക്കുനേരെ ചോദിക്കുമ്പോൾ അവർ എന്തെങ്കിലും മുണ്ട് ന്യായങ്ങൾ പറയുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ കടുത്ത വലാലത്ത് പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് പിന്തിരിയണം. ഇത് ശിർക്കാണെന്ന് പറയാൻ കാരണം അള്ള കാണുന്നത് പോലെ കാണും, അള്ള കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ള അറിയുന്നത് പോലെ അറിയും, അള്ള നൽകുന്നത് പോലെ നൽകും, അള്ളാനേക്കാൾ വേഗത്തിൽ നൽകും. മുശ്രിക്കുകൾ വിശ്വസിച്ചതെന്താ? അവർ അള്ളാഹു അല്ലാത്ത വസ്തുക്കളോട് പ്രാർത്ഥിക്കുകയും അവകളെ ആരാധിക്കുകയും ചെയ്തത് എന്തിനാണ്? അവർ യുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കും എന്നാണ്. മാത്രവുമല്ല ഹൗലായി ശുഫആഉന ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യും എന്നതാണ്. നിങ്ങൾ വിശ്വസിക്കുന്നത് രണ്ടും മാത്രമാണോ? അല്ല, തീർച്ചയായും അള്ളാഹു ഉത്തരം ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങൾ ഉത്തരം ചെയ്യും എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും നിങ്ങൾ പങ്കുചേർക്കുകയാണ്. മാത്രവുമല്ല വുജൂദിൽ ദാത്തിൽ വരെ അല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, യഥാർത്ഥ ദാത്തിലുള്ള കൈകടത്തലാണത്. ഇങ്ങനെ മാത്രവുമല്ല കാന്തപുരം സുന്നികൾ എന്ന് പറയാൻ കാരണം നിങ്ങൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ അന്ധമായി അംഗീകരിക്കുകയും അദ്ദേഹത്തെ അതിര് കവിഞ്ഞ് പ്രശംസിക്കുകയും ചെയ്യുന്നവരാണ്. അദ്ദേഹം എ.പി. ഉസ്താദ് പ്രവാചകനാണെന്ന് പറഞ്ഞു, പക്ഷെ ഞമ്മക്ക് വേണ്ട. ഇസ്മായിൽ ബുഖ പ്രസംഗിക്കുന്ന ഗൾഫിൽ നിന്ന് എ.പി. ഉസ്താദ് ആരാധ്യനാണെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട. അവര് പറഞ്ഞോട്ടെ, ഞമ്മക്ക് വേണ്ട. ഇതാണ് നിങ്ങളുടെ ദീനീ രംഗത്തുള്ള പ്രബോധന രീതി. ഈ സമുദായത്തെ നിങ്ങൾ നശിപ്പിച്ചു കളയും. ഈ വാദവുമായി നിങ്ങൾ രംഗത്തിറങ്ങിയത് ഈ സമുദായത്തിന്റെ അടിവേരറുക്കാനാണ്. അതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഇസ്തിഗാസ ശിർക്കാണ് എന്ന് സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. ഇരിക്കുന്ന കിതാബുകളൊന്നും വേണ്ട. അതിന് സാമാന്യം ജനങ്ങളോട് ചോദിക്കുക, അള്ളാഹുവിനോട് മാത്രമല്ലേ പ്രാർത്ഥിക്കാവുള്ളൂ? അതേനവൻ ഉടനെ പറയും. പ്രാർത്ഥന എന്ന പദം വന്നപ്പോൾ നിങ്ങൾക്ക് അരോചകമായി തോന്നി. എന്തേ അരോചകം? ON തരമായി എഴുതിയ പുസ്തകത്തിൽ, പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എഴുതിയ പുസ്തകത്തിൽ, അതുപോലെ തന്നെ നെല്ലിക്കുത്തി ഇസ്മായിൽ ഉസ്താദ് എഴുതിയ പുസ്തകത്തിൽ, ഇതൊക്കെ ഈ ഇസ്തിഗാസക്ക് പ്രാർത്ഥന എന്നല്ലേ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്? ഞങ്ങളത് പിൻവലിക്കാം. ഇനി മേലിൽ ഞങ്ങൾ നടത്തുന്ന ഇസ്തിഗാസക്ക് ഞങ്ങൾ പ്രാർത്ഥന എന്ന പദം ഉപയോഗിക്കൂല എന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? ഭാഷാർക്കോ ഇത്തഖു മവാളിഅത്തുഹമി, നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഭാഗങ്ങളെ സൂക്ഷിക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ? പ്രാർത്ഥന എന്ന പദം മലയാളക്കരയിൽ എവിടെയെങ്കിലും ആരാധന എന്ന അർത്ഥത്തിലല്ലാതെ ഉപയോഗിച്ചതായി നിങ്ങൾക്ക് കാണിക്കാവോ? പ്രധാനമന്ത്രിയോട് പ്രാർത്ഥിച്ചു എന്ന് പറയാറുണ്ടോ? മുഖ്യമന്ത്രിയോട് പ്രാർത്ഥിച്ചു എന്ന് പറയാറുണ്ടോ? ഭാഷാർത്ഥത്തിൽ അഭ്യർത്ഥിച്ചു എന്നാണെങ്കിൽ പോലും തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന ഒരു പ്രയോഗമാണത് എന്ന നിലക്കെങ്കിലും ഈ സമുദായത്തിന്റെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് ആ വാക്ക് നിങ്ങൾ പിൻവലിക്കണം. ഞങ്ങൾ ഒരിക്കലും ഇനി നിങ്ങളുടെ പേരിൽ ആ ആരോപണം ഉന്നയിക്കുകയില്ല. അർഹമുർ-റഹീമീനായ റബ്ബ് നമ്മെ എല്ലാവരെയും സത്യം കണ്ടെത്താൻ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്ത് വിഷയാവതരണം നടത്തുന്നത് സുന്നി പക്ഷത്ത് നിന്ന് ഫൈസൽ ഹസനി രണ്ടത്താണിയാണ്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. بسم الله، الحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إنما أدعو ربي ولا أشرك به أحدا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي. ബഹുമാന്യരായ പണ്ഡിതരെ, ശ്രോതാക്കളെ, സുന്നികളും മുജാഹിദുകളും തമ്മിൽ തർക്കത്തിരിക്കുന്ന
വിഷയങ്ങളുടെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ലബ്ബാ സാഹിബ്, അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തിപരമായി ഒന്നും പറയരുതെന്ന് ഞാൻ നേരത്തെ വിചാരിച്ചതായിരുന്നു. പക്ഷേ ഒരു പച്ച കളവ് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പരിപാടി തുടങ്ങിയത് തന്നെ. കാരണം അള്ളാഹു അല്ലാത്തവരോട് മാത്രമേ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് മുജാഹിദുകളും അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കാം എന്ന് സുന്നികളും പറയുന്നു. അതിനു വേണ്ടിയാണ്, അതാണ് ഈ വാദപ്രതിവാദത്തിലെ സംവാദത്തിലെ വിഷയമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത് തന്നെ. യഥാർത്ഥത്തിൽ പച്ചക്കളവാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതിലെ വിഷയം തന്നെ എന്താ? കാന്തപുരം സമസ്തക്കാർ ഇസ്തിഗാസ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഖുർആൻ വിരുദ്ധവും ശിർക്കുമാകുന്നു. അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഖുർആൻ വിരുദ്ധവും ശിർക്കുമാകുന്നു എന്ന ഈ വാദത്തിൽ തന്നെ രണ്ട് വാദമുണ്ട്. എന്താണ്? ഒന്ന്, കാന്തപുരം സുന്നികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയാകുന്നു. രണ്ട്, ആ പ്രാർത്ഥന ശിർക്കുമാകുന്നു എന്നാണ്. അതിന് ഞങ്ങളെ മറുപടി, സുന്നികൾ മഹാന്മാരോട് നടത്തുന്ന സഹായാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥന അല്ലാണ്. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്നാണ് സംവാദത്തിലെ വിഷയം തന്നെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിഷയം തുടങ്ങിയത്. കളവ് പറഞ്ഞുകൊണ്ടാണ് ഈ സംവാദം ആ വിഷയാവതരണം എന്ന് തുടങ്ങിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്റെ സഹോദരന്മാരെ, മറ്റൊരു കളവും അദ്ദേഹം അവസാനം പറയുകയുണ്ടായി. ആദ്യവും കളവ്, അവസാനവും കളവ്, ഇടയിലും നിറയെ കളവുകളാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞു? പ്രാർത്ഥന എന്ന പദം മലയാളത്തില് ഈ അസാധാരണ രൂപത്തിലുള്ളതല്ലാതെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതല്ലാത്ത അവസ്ഥയിൽ ഉപയോഗിക്കുമോ, ഭാഷാർത്ഥത്തിൽ പ്രയോഗിക്കുമോ, നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? എന്റെ കയ്യിലുള്ളത് നിങ്ങളുടെ അൽമനാറ് മാസികയാണ് സഹോദരന്മാരെ. ഈ അൽമനാറിൽ തന്നെ പറയുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് അറബി ഭാഷയിൽ ദുആ എന്ന് പറയുന്നു. സഹായാർത്ഥന, വിളി, അപേക്ഷ എന്നൊക്കെ ഇതിന് അർത്ഥമുണ്ട്. ഇത് വേറെ നിഘണ്ടുവല്ല. നിങ്ങളുടെ അൽമനാറ് മാസിക കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. മലയാളത്തിൽ അങ്ങനെ പ്രയോഗിക്കാറുണ്ടോ എന്നോ? മാതൃഭൂമിയാണ് എന്റെ കയ്യിൽ. ഇതിലിതാ ശരിക്ക് വ്യക്തമായി പറയുന്നു. കെ സുരേന്ദ്രൻ എഴുതിയ കരുണാലയം എന്ന പുസ്തകമാണിത്. ഇതിൽ ഒരുപാട് സ്ഥലത്ത് അള്ളാഹു അല്ലാത്തവരോട്, ഇല്ലെങ്കിൽ ഈ രൂപത്തിൽ ഇവർ പറയുന്ന രൂപത്തിലുള്ളതല്ലാതെ അപേക്ഷിക്കുക, അഭ്യർത്ഥിക്കുക, കോടതിയോട് പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ മറ്റുള്ള വിഷയത്തിനൊക്കെ വായനക്കാരോട് പ്രാർത്ഥിക്കുക എന്ന് പത്രങ്ങളിൽ പോലും വന്നതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് ഭാഷാർത്ഥത്തിൽ അങ്ങനെ പറയാറില്ല എന്നതും പച്ചക്കളവാണ്. തുടക്കവും കളവാണ്, അവസാനവും കളവാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏതായാലും ഈ സംവാദത്തിന്റെ പോക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇത് ഉപകാരപ്പെട്ടു എന്ന് ആദ്യമായി ഞാൻ പറയുകയാണ്. പിന്നെ എന്റെ സഹോദരന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ അതിനിടയിൽ പറയും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇവർ ഉണ്ടാക്കി തീർക്കുന്ന സംഗതി, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹിന്റെ കൂടെ ആരോടും നിങ്ങൾ ദുആ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആർക്കാ സംശയമുള്ളത്? അത് നമ്മുടെ മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേർന്ന ഒരു ആദർശമാണ്. അതിനുവേണ്ടിയാണ് സുന്നികൾ ജീവിക്കുന്നത്. നിങ്ങൾ ഈ മുഅ്മിനീങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം പറയുമ്പോ അല്ലാഹു ഖുർആനിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ബിഗൈരി മക്തസബു ഫഖദ് ഇഹ്തമലു ബുഹ്താന വ ഇസ്മൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും മുഅ്മിനീങ്ങൾ ചെയ്യാത്ത ഒരു ആരോപണം പറയാ. മുഅ്മിനീങ്ങൾ അല്ലാഹു അല്ലാത്തവർ ചെയ്യരുത് എന്ന് പറഞ്ഞ ദുആ ഉണ്ടല്ലോ. എന്തിനാ ചെയ്യരുത് എന്ന് പറഞ്ഞ ദുആ എന്ന് പറയുന്നത്? അതും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, വലം യസിദുഹും ദുആഇ, എന്റെ ദുആ, എന്റെ ഖൗമിനെ ഞാൻ വിളിച്ച ദുആ, ആ ദുആ കൊണ്ടൊരു കാര്യം ഉണ്ടായില്ല എന്ന്. അപ്പൊ കണ്ടില്ലേ, ഖുർആനിലും ദുആ എന്ന് ഈ അർത്ഥത്തിലല്ല പ്രയോഗിച്ചിട്ടുണ്ട്. ആ ദുആനെ കുറിച്ചല്ല നമ്മുടെ ചർച്ച, മറിച്ച് അല്ലാഹ് ചെയ്യരുത് എന്ന് പറഞ്ഞ ദുആ ഉണ്ട്. ഏതാണത്? ലാ തദ്ഉ മഅല്ലാഹി അഹദ. ഈ ദുആ നമ്മൾ അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് നിങ്ങൾ സമർത്ഥിക്കേണ്ടിയിരുന്നത്. അത് സമർത്ഥിക്കാൻ 20 മിനിറ്റ് നേരം പ്രസംഗിച്ചിട്ട് മൗലവി സാഹിബിന് സാധിച്ചിട്ടില്ല. തീർച്ചയാണത് എന്ന് ഞാൻ ആദ്യമായി നിങ്ങളോട് പറയുകയാണ്. ഒരു കാര്യം, ഇതെന്താണെന്നറിയോ? നിങ്ങൾക്കിടയിൽ പ്രാർത്ഥന എന്താന്ന് തീരുമാനാവാത്തൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. അത് മറച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കളി കളിക്കുന്നത്. ഞങ്ങളറിയോ, ഞങ്ങളുടെ സംവാദത്തിന്റെ വിഷയം എന്താ അറിയോ? പ്രാർത്ഥനയെ നിർവചിക്കുന്നതിൽ നിങ്ങൾക്ക് പിഴവ് പറ്റിയെന്ന. ഇപ്പൊ എന്താ സംഭവിച്ചറിയോ? കള്ളുടിക്കാൻ പാടില്ല എന്ന് ആർക്കറിയാത്ത? ഖുർആനിലുള്ളതല്ലേ കള്ളുടിക്കാൻ പാടില്ല എന്ന്. പക്ഷെ ഒരാൾക്ക് കള്ള് പറഞ്ഞാൽ എന്താ അറിയില്ല. അയാൾ മനസ്സിലാക്കി മധുര പാനീയത്തിലാണ് കള്ള് എന്ന് പറയും.
എന്നിട്ട് ഒരാൾ ജ്യൂസ് കുടിക്കുമ്പോ ഇയാൾ അതാ കള്ളു കുടിക്കുന്നു, ശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടില്ലേ കള്ളു കുടിക്കരുതെന്ന്. ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ ഇങ്ങനെ ഓതുക. ഇത് കേൾക്കുമ്പോ ഉണ്ടാവുമ്പോ നമുക്കൊരു നിഫ്രത്ത്, എന്താ ഇതേപോലെയാണ് നിങ്ങളൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുമ്പോ നമുക്ക് തോന്നുക ഖുർആനിൽ അല്ലാഹു ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് ഞങ്ങളെ കുറിച്ചല്ല ചങ്ങായി, അത് കള്ളിനെ കുറിച്ചല്ല, അത് പറഞ്ഞ കള്ളിനെ കുറിച്ചാണ്. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് അത് ജ്യൂസാണ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ പറയുന്നത് അത് ആരാധനയായ പ്രാർത്ഥനയെ കുറിച്ചാണ്. നമ്മൾ ചെയ്യുന്നത് അതല്ല, മറിച്ചത് എന്താണ് അതാണ് ഞാൻ വിശദീകരിക്കുന്നത്. അത് നിങ്ങളുടെ അൽമനാറിൽ തന്നെ ചിലപ്പോ എപ്പോഴും പുള്ളു പറയുന്ന ആൾക്കാർ ചില സമയത്തൊക്കെ ചിലപ്പോൾ സത്യം പറയാൻ സാധ്യതയുണ്ട്. നോക്കൂ നിങ്ങൾ, അടിമയായ മനുഷ്യൻ ഉടമയായ അള്ളാഹുവിനോട് നടത്തുന്ന അർത്ഥനയാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ദുആ അഥവാ പ്രാർത്ഥന. നിങ്ങളുടെ അൽമനാറാണ് എന്റെ കയ്യിൽ, അതായത് അടിമ ഉടമയോട് നടത്തുന്ന അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നു ആ പ്രാർത്ഥന ഉണ്ടല്ലോ, നിങ്ങളെ ഈ പറഞ്ഞ പ്രാർത്ഥന അത് അള്ളാഹുവിനോട് മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. ഒരു കുട്ടിക്കും ജീവനുള്ള കാലത്തോളം തെളിയിക്കാൻ സാധിക്കുകയില്ല സുന്നികൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞാൻ വെല്ലുവിളിക്കുന്ന സ്വരത്തിൽ തന്നെയാണ് പറയുന്നത്. ഉടമ അള്ളാഹു മാത്രമാണ്. ലാ ഹൗല വലാ ഖുവത എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അള്ളാഹു അല്ലാത്തതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉടമത്വവും ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. സഹായികളുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ശുപാർശകൾ അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ശുപാർശ ചെയ്യുന്നവർ പോലും ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പേരിൽ ഈ ആരോപണം ഈ സംവാദത്തിൽ വെച്ച് ഞങ്ങൾ കുഴിച്ചു മൂടുക തന്നെ ചെയ്യും എന്ന് ആദ്യമായി നിങ്ങളോട് ഉണർത്തുകയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ അറിയോ, പിന്നെ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥനയുടെ അർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി ഇതൊക്കെ 88 കൊല്ലം നിങ്ങൾ പ്രവർത്തിച്ചു. ഇപ്പൊ നൂറ്റാണ്ടായെന്ന് പറയാം, 88 നൂറ്റാണ്ടായ നമുക്കറിയില്ല, അത് പോട്ടെ. ഏതായിരുന്നാലും എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായത്? എല്ലാവരും പുറത്തായി. ആദ്യം മുസ്ലിം ലോകത്തെ മുഖ്യധാരയെ നിങ്ങൾ പുറത്താക്കിയേ പറഞ്ഞിട്ട് നിങ്ങൾ തുടങ്ങി അള്ളാഹു പോരെ അടിമക്കെന്ന് പറഞ്ഞ് തുടങ്ങി. പിന്നെയോ മടവൂരികളും മൗലിക ഗ്രൂപ്പായി വീണ്ടും പിരിഞ്ഞു പ്രാർത്ഥനയുടെ പേരിൽ. ഇപ്പോഴോ പ്രാർത്ഥനയുടെ പേരിൽ വീണ്ടും പിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. എവിടെ ജബ്ബാർ മൗലവി? എവിടെ? മണ്ണാർക്കാട് സംവാദം മുതൽ തലശ്ശേരി സംവാദം വരെയുള്ള മുഴുവൻ സംവാദങ്ങളിലും ഇവർക്ക് ആശയ സ്രോതസ്സായി നിന്നിരുന്ന ദൈശിക നേതൃത്വം എവിടെ? പ്രാർത്ഥനയുടെ പേരിൽ മുശ്രിക്കായി പോയി അവരുടെ ഭാഷയിൽ അങ്ങനെയുള്ള ഗണത്തിലാണ് ഇപ്പോ അദ്ദേഹമുള്ളത്. ഞാൻ നിങ്ങൾക്കത് വിശദീകരിച്ചു തരാം. പ്രാർത്ഥനയ്ക്ക് ഇപ്പൊ ഇവരുടെ അടുക്കൽ രണ്ടർത്ഥമുള്ളത്. ഒരർത്ഥം എന്താ അറിയോ? ഇത് ഇവരുടെ അൽമനാറ് ഒക്ടോബർ 25. എന്താണ് പ്രാർത്ഥന? ഒരാൾ ഭൗതികമായ എന്ന് പറഞ്ഞാൽ കാര്യകാരണങ്ങൾക്ക് അതീതമായി. ഇത് എപ്പോഴും പറഞ്ഞ സംഗതി, ഈ കാര്യകാരണ പദ്ധതി മനുഷ്യന്മാർക്ക് തിരിയില്ലേ. എന്താ ഈ കാര്യകാരണം? അപ്പൊ ഇയാൾ വിശദീകരിച്ചു തരാം. അതായത് ഡോക്ടറെ സമീപിച്ച് ചികിത്സ നടത്തുന്നതും ഡ്രൈവറെ വിളിച്ച് വണ്ടി ഓടിക്കാൻ ആവശ്യപ്പെടുന്നതും പ്രാർത്ഥനയല്ല. പിന്നെ കാരണം ഇതെല്ലാം കാര്യകാരണങ്ങൾക്ക് വിധേയമാണ്. എന്നാൽ സിദ്ധനെന്ന് കരുതുന്ന ഒരു വ്യക്തിയുടെ സമീപം ചെന്ന് തന്റെ വിഷമതകൾ പറഞ്ഞ് സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണ്. ഒരു സിദ്ധന്റെ അടുക്കൽ ചെന്നുകൊണ്ട് എന്നെ സഹായിക്കണേ എന്ന്, കാരണം അയാൾ എങ്ങനെ നമ്മളെ സഹായിക്കുന്നു അറിയില്ല, ആ നിലക്കൊരു സഹായം പ്രതീക്ഷിച്ചാൽ അത് പ്രാർത്ഥനയാണ്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താ അറിയോ? പ്രാർത്ഥന ആവണമെന്ന് മരിച്ച ആളാവണമെന്നില്ല. നിങ്ങൾ മരിച്ചിട്ടില്ല എന്ന് പറയാൻ നിൽക്കണം, അദ്ദേഹം മരിച്ച ആളല്ല എന്ന് പറയാൻ നിൽക്കണം. മരിക്കുക എന്നുള്ള അതിന് നിബന്ധനയല്ല. പിന്നെ ദൂരമുള്ള ആൾ മൊയ്തീൻശേഖ് ദൂരത്തല്ല, അതുകൾ പറയണ്ട, ദൂരാവണമെന്നില്ല പ്രാർത്ഥന ആവാനെന്ന് പതിയിൽ പറഞ്ഞ്. പിന്നെ എന്തായാൽ മതി, എങ്ങനെയാണ് സഹായം കിട്ടുക എന്ന് അത് പറയാതിരുന്നാൽ മതി. എങ്ങനെയാണ് സഹായം കിട്ടുക ഇതറിയാതിരുന്നാൽ മതി എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇവരുടെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞൊരാശയമാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണ് സഹായം കിട്ടുക എന്ന് അറിയാതിരിക്കലാണ് പ്രാർത്ഥനയുടെ മാനദണ്ഡം എന്ന് ഇവർ പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റുമോ? അല്ല, കാരണം എങ്ങനെ സഹായം കിട്ടുക എന്ന് അറിയില്ലല്ലോ. ഇല്ല, ഇവര് തന്നെ വളരെ പച്ചയായി പറഞ്ഞതാണ്. നോക്കൂ നിങ്ങൾ, മനുഷ്യ കഴിവതിനതീതമായ പ്രശ്നങ്ങളിൽ മറഞ്ഞ വഴിയിലൂടെ എന്ന് പറഞ്ഞാൽ അത് വിശദീകരണം. മറഞ്ഞ വഴിയാൽ നിങ്ങൾ തിരിയാതിരിക്കണ്ട, എങ്ങനെ സഹായം ലഭിക്കുന്നുവെന്നറിയാതെ. അപ്പൊ മറഞ്ഞ വഴി പറഞ്ഞാൽ എങ്ങനെ സഹായം ലഭിക്കുന്നുവെന്ന് അറിയാതിരിക്കുക എന്നുള്ളതാണ് അതിന്റെ മാനദണ്ഡം. ഇത് എ.പി. പറഞ്ഞിട്ടുണ്ട്. എ.പി. അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, സാധാരണ സ്വഭാവമില്ലാത്ത ഏത് സഹായ പ്രതീക്ഷയും പ്രാർത്ഥനയാണ്. ഇപ്പൊ സാധാരണ സഹായമല്ലേ, അത് പ്രാർത്ഥനയാണ്. അപ്പൊ പിന്നെ ജിന്നിനോട് ചോദിച്ചാൽ ഏതായാലും പ്രാർത്ഥനയാണ്. നോക്ക് നിങ്ങൾ, അത് ഇവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ജിന്നിനോട് സഹായം ചോദിക്കൽ ശിർക്കാണെന്ന് ആവശ്യമുണ്ടാക്കുമ്പോൾ ഞാനത് വിശദീകരിക്കും. ഇതാ അയാൾ സഹായിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയാണ് നമുക്കറിയില്ല. ഈ സഹായം തരുമെന്ന് വിശ്വസിക്കുന്നവർ ചിലപ്പോൾ മരണപ്പെട്ടവരോ ജീവിച്ചിരിക്കുന്നവരോ പ്രവാചകന്മാരോ സ്വാലിഹികളോ മലക്കുകളോ ജിന്നുകളോ ആരുമാകാം. അപ്പോൾ
ആരായാലും ഈ അവസ്ഥയിൽ സഹായം തേടുന്നത് ശിർക്കാണ്. ഏതവസ്ഥയിൽ എങ്ങനെ സഹായിക്കാന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ സഹായം ചോദിക്കൽ ശിർക്കാണ്. അതാണ് പ്രാർത്ഥനയുടെ ഒരു പക്ഷം. ഇവരൊക്കെ ആ പക്ഷക്കാരാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ വരും. 10 കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ, ചുരുക്കാണ്, ഇതിന് കുറെ ഉണ്ട്, വേണമെങ്കിൽ അത്രയും കൂട്ടാം. 10 കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ നിർവചനം തെറ്റാണ്. ഞങ്ങളെ വാതെടുത്ത് നോക്കി, എന്താ മുജാഹിദുകൾ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞ നിർവചനം തെറ്റാണെന്ന. അത് ആൺകുട്ടിയെ പോലെ തെളിയിച്ചിട്ട് എവിടുന്ന് പോവുള്ളൂ. 1, പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ ഒരു നിർവചനം അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ല. മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ പറഞ്ഞു നടന്നാ പോരാ. ഖുർആനിൽ ആയത്തോതി, അതിനാണ് ആയത്തോതുണ്ട്. അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല നിങ്ങൾ ആയത്തോതണ്ട. അത് ഞങ്ങൾക്ക് അറിയുന്ന സംഗതി തന്നെയാണ്. അറിയേണ്ടത് എന്താണ്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ എങ്ങനെയാണ് സഹായം കിട്ടുക എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അത് എങ്ങനെയാണ്, അതാണ് പ്രാർത്ഥന. ഖുർആനിലെ ആയത്ത് ഓതി? ഖുർആനിലെ ആയത്തില്ല. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. 3 ലക്ഷക്കണക്കായ സ്വഹാബികളിൽ ആരും തന്നെ അങ്ങനെ വിശദീകരിച്ചിട്ടില്ല. 4 മുജ്തഹിദുകളായ ഇമാമുമാരിൽ ആരും തന്നെ ഇങ്ങനെ വിശദീകരിച്ചിട്ടില്ല. 5 സലഫുസ് സ്വാലിഹീങ്ങളിൽ ഒരു പണ്ഡിതനെങ്കിലും ഈ നിർവചനം പറഞ്ഞതായി നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കുകയില്ലെന്ന് അൽ ഇസ്ലാഹ് മാസികയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരാറിയോ ആദ്യമായിട്ട് ഇത് പറഞ്ഞത് അൽമനാറിന്റെ മുസന്നിഫായ മോഡേണിസ്റ്റായ റഷീദ് റിള എന്ന് പറഞ്ഞ ആളാണ്. ഇതാണ് അൽമനാർ. ഇതില് ഇയാൾ ആരാണ്? മോഡേണിസ്റ്റ് പറഞ്ഞല്ല. വലൗലാ ഹികായത്തുൽ ഖുർആനിൽ ആയാത്തില്ലാഹി അല്ലതി അയ്യദ ബിഹാ മൂസാ വഈസാ അലൈഹിമസ്സലാം ലകാന ഇഖ്ബാലു അഹ്റാരിൽ ഇഫ്റഞ്ചി അലൈഹി അക്സർ എന്ന് പറഞ്ഞ ആൾ. മൂസാ നബിന്റെയും ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ചരിത്രം ഖുർആനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി യൂറോപ്യന്മാർ ഇസ്ലാമിക്ക് വരുമായിരുന്നു. അള്ളാഹ്ക്ക് എന്ത് പറ്റിപ്പോയി എന്ന് പറഞ്ഞയാളാണ് ഇദ്ദേഹം. അദ്ദേഹമാണ് ഇവരുടെ ഒന്നാമത്തെ തെളിവ്. ഖുർആനാണോ? അല്ല. ഹദീസാണോ? അല്ല. ഇവരാരുമല്ല. എന്നാൽ അത് ഞങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നു. ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല. പിന്നെ ഈ നിർവചനം ശരിയാണെങ്കിൽ മലക്കിനോടും ജിന്നിനോടും സഹായം ചോദിക്കൽ ശിർക്കല്ലെന്ന് സൂചിപ്പിച്ച ജബ്ബാർ മൗലവിയും കൂട്ടരും മുശ്രിക്കാണെന്ന് പറയേണ്ടി വരും. ധൈര്യമുണ്ടോ? നിങ്ങൾ പറഞ്ഞ പ്രകാരം മലക്കിനോടും ജിന്നിനോടും സഹായം ചോദിക്കൽ ശിർക്കാണ്. ജബ്ബാർ മൗലവി ശിർക്കല്ല എന്നുള്ള പക്ഷക്കാരനാണ്. നിങ്ങൾക്ക് അദ്ദേഹം മുശ്രിക്കാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? അതുപോലെ തന്നെ ഷൗക്കാനി അത് ശിർക്കല്ലെന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം മുശ്രിക്കാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുള്ള ഇമാമുമാർ അവര് ഇത് ശിർക്കല്ലെന്ന് പറഞ്ഞ ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ മുശ്രിക്കാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? മാത്രല്ല, നിങ്ങളുടെ നിർവചനം ശരിയാണെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് കൊടുത്ത നിങ്ങൾ നിർവചനം ശരിയാണെങ്കിൽ സിഹ്ർ ഫലിക്കുമെന്ന വിശ്വാസം ശിർക്കാണ്. കാരണം അത് കാര്യകാരണബന്ധങ്ങൾക്ക് അതീതാണ്, നമുക്ക് മനസ്സിലാവില്ല എങ്ങനെയാണെന്ന്. അതുപോലെ തന്നെ സംസം വെള്ളത്തിൽ നിന്ന് രോഗശമനം പ്രതീക്ഷിക്കുന്നത് ശിർക്കാണ്. അതുപോലെ തന്നെ ബറക്കത്തെടുക്കുന്നത് ശിർക്കാണ്. അതുപോലെ മലക്കുകൾ നമ്മെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നത് ശിർക്കാണ്. കാരണം എന്താ? എങ്ങനെ സഹായിക്കുമെന്ന് അറിയില്ല. അതല്ലേ മാനദണ്ഡം. അതുകൊണ്ട് ഈ 10 കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, നിങ്ങൾ പറഞ്ഞ നിർവചനം തെറ്റാകുന്നു. അപ്പൊ ഇനിയിപ്പോ മറ്റേ കൂട്ടക്കാർ സന്തോഷിക്കണ്ട. നമ്മൾ കഴിച്ചില്ല, ഇനിയിപ്പോ എല്ലാ മുജാഹിദുകളും നമ്മളെ ഭാഗത്തേക്ക് വരുന്നു വിചാരിച്ച് അവരും ആശങ്കപ്പെടേണ്ട, താല്പര്യപ്പെടേണ്ടതില്ല. കാരണം എന്താ പറയുക, അവരുടെ നിർവചനം എന്താ? സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കാര്യങ്ങൾ ചോദിക്കലാണ് പ്രാർത്ഥന. ഒരു സൃഷ്ടിക്കും കഴിയാത്ത കാര്യമാകുമ്പോഴേ പ്രാർത്ഥന ആവുള്ളൂ എന്നപ്പോ അവരെ പക്ഷം. അപ്പൊ പിന്നെ ജിന്നിനോടൊന്നും ചോദിച്ചാൽ കുഴപ്പമില്ലാന്ന്. അതിന് തെളിവുകളൊക്കെ ഇവിടെ ഉണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ആവശ്യ സമയത്ത് നമ്മൾ ഉദ്ധരിക്കും. ഈ നിർവചനവും തെറ്റാണ്. എന്തുകൊണ്ട്? ഖുർആനിലുണ്ടോ മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ എന്ന് പഠിച്ചു നടന്ന ആളുകളോട് പ്രമാണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചോദിക്കുക. ഖുർആനിലുണ്ടോ അങ്ങനെ സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കാര്യങ്ങൾ ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന? ഏതായത്തിലാണ്? ഇല്ല. എന്നാ ലക്ഷക്കണക്കായ ഹദീസുകളിലുണ്ടോ? ഇല്ല. ഏതെങ്കിലും സഹാബി പറഞ്ഞിട്ടുണ്ടോ? വഹാബിയുടെ നെഞ്ചിന്റെ കരളിലേക്കാണ് ഞാൻ ഈ ചോദ്യം അറിയുന്നത്. നിങ്ങൾ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടി എന്ത് തോന്നിയാസം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചോ? അത് ശിർക്കാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അംഗീകൃത പണ്ഡിതരാരും തന്നെ അത് പറഞ്ഞിട്ടില്ല. ഈ നിർവചനം ശരിയാണെങ്കിൽ ഏത് ആപൽ സന്ധിയിലും മലക്കുകളോട് സഹായം ചോദിക്കൽ ശിർക്കല്ലെന്ന് പറയേണ്ടി വരും. കാരണം മനുഷ്യരുടെ സംരക്ഷണത്തിന് അല്ലാഹു തആല കുറെ മലക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫി യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ്. മനുഷ്യന്റെ മുന്നിലും പിന്നിലും അവനെ സംരക്ഷിക്കാൻ വേണ്ടി മലക്കുകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ മലക്കേ സഹായിക്കണേ. എവിടുന്ന് ഞങ്ങളെ തൗഹീദ് പൂർണ്ണമാകുക? പണ്ട് കുഞ്ഞീത് മുതലുള്ള കാലത്ത് ആ 6ാം വളവെന്തെങ്കിലും പൂർണ്ണമായിരുന്നു. ഇപ്പൊ അതും പറ്റൂല. കാരണം 6 കളഞ്ഞ് 60,000 വളവ് കഴിഞ്ഞാലും മലക്ക് കൂടെയുണ്ട്. എന്തിനാ അല്ലാഹനെ വിളിക്കേണ്ട കാര്യം? മലക്കിനെ വിളിച്ചാ പോരെ.
ഈ സംവാദത്തിന്റെ ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന മറ്റേ പക്ഷത്തോടാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ പറയുന്നതും ശരിയല്ല. ഖുർആനിൽ തെളിവില്ല, ഹദീസിലും തെളിവില്ല. പിന്നെ നിങ്ങൾക്ക് ഏത് സമയത്തും മക്ക മുശ്രിക്കാൻ പോലും ഈ പറയുന്ന രൂപത്തിൽ കടലിൽ കുടുങ്ങുന്ന സമയത്തൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കാറുള്ളൂ നിങ്ങൾ തന്നെ പറയാറുണ്ടല്ലോ. എന്നാ നിങ്ങൾക്ക് കടലിൽ കുടുങ്ങിയാലും രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം അപ്പോഴും മലക്ക് കൂടെ ഉണ്ടാകും. അപ്പൊ മലക്കിനോട് ചോദിച്ചൂടെ, എവിടെ പോയി നിങ്ങളുടെ തൗഹീദ്? 88 കൊല്ലം കഴിയുമ്പോ അള്ളാഹു പോരെ അടിമക്കി എന്ന് ചോദിച്ച് 1-ാം ദിവസം തുടങ്ങിയ തൗഹീദ് 88 വർഷം കഴിയുമ്പോഴേക്കും എന്തായി? ഒരു കുട്ടി പോലും ഇല്ലാതായിപ്പോയി. കാരണം എല്ലാ സുന്നും ശൈത്താനും മലക്കും ഒക്കെ വിളിച്ചാലും തൗഹീദ് പൊളിയുന്നില്ല. പിന്നെ കൂടാരേണ്ട കൂടുള്ളവരൊക്കെ പോയി അവസാനം സിഹറിൽ വിശ്വസിക്കും പറ്റുമെന്ന് പറയുന്നതോടുകൂടി നിങ്ങളും ശിർക്കായി പോയില്ലേ. കാരണം എന്താ? മറഞ്ഞ വഴിയിലല്ലേ. ചുരുക്കത്തിൽ മുജാഹിദുകൾ തൗഹീദിന് പ്രാർത്ഥനയ്ക്ക് ഇപ്പൊ 3 നിർവചനം പറഞ്ഞു. അത് നിങ്ങൾ മനസ്സിലാക്കണം. 1, അടിമ ഉടമയോട് ചോദിക്കുന്ന തേട്ടം, കറക്റ്റ്. അതാണെങ്കിലോ ഇസ്തിഹാസ രക്ഷപ്പെട്ടു, കുഴപ്പമില്ല. അതല്ലേ പിന്നെ പറഞ്ഞ വിഷയം എന്താ? മറഞ്ഞ വഴി പറഞ്ഞാൽ എങ്ങനെയാണ് സഹായിക്കുന്നത്? തിരിയാത്ത മാർഗം. അതാണെന്നുണ്ടെങ്കിൽ ജബ്ബാർ മൗലവി മുശ്രിക്ക്, ഷൗക്കാനി മുശ്രിക്ക്, പിന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള ഇമാമികളൊക്കെ മുശ്രിക്ക്, അതിന്റെ പുറമെ സിഹർ വിശ്വസിക്കുന്ന ഒക്കെ ഓലൊക്കെ മുശ്രിക്കാക്കി ഇങ്ങനെ റെഡി ചെയ്ത്. അല്ല, നമ്മളിപ്പോ സിഹർ ചെയ്താലേ അത് ഫലിക്കുന്നു വിശ്വസിക്കുന്നതല്ലേ? അപ്പൊ അത് മറഞ്ഞ വഴിയില്ലേ? ശരിയാട്ടോ. അപ്പൊ നമ്മൾ മുശ്രിക്ക് എന്തായി പോയി നിങ്ങളുടെ കഥ? സംസം വെള്ളം കുടിച്ചാൽ രോഗശമനമാർ ഉണ്ട്, പ്രതീക്ഷ ഉണ്ട്, മനസ്സിലാകുന്നതല്ലേ? ലോകം മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നതല്ലേ? അപ്പോഴോ അങ്ങനെ പറഞ്ഞാലോ അപ്പോഴും മറഞ്ഞ മാർഗത്തിലല്ലേ? മറഞ്ഞ മാർഗത്തിൽ അള്ളാഹു അല്ലാത്തവർക്ക് സഹായിക്കാൻ കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കായ ആരാധനയുടെ ഭാഗമാണെന്ന് മുജാഹിദുകൾ പ്രചരിപ്പിക്കുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇതൊക്കെ ഔട്ടാക്കേണ്ടത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇവർക്കൊരു ഉസൂലില്ലാതായിപ്പോയി. മറ്റേ കൂട്ടർക്ക് ഒരു ചെറിയ ഉസൂലെങ്കിലും ഉണ്ട്. എന്ത് അറിയോ? സക്കരിയ സലാഹിന് ജബ്ബാർ മൗലിന്റെ കൂട്ടൊക്കെ സൃഷ്ടികളുടെ കഴിവിന് അതീതമായാണ് പോയ ഒക്കെ എല്ലാവരും ഉൾപ്പെടുത്തിയാൽ മതി. ഇവർക്ക് ഇങ്ങനെ പറയാൻ പറ്റിയ എങ്ങനെയും പറയാൻ. നവോത്ഥാനത്തിന്റെ ഈ നാട്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആദർശം പണയപ്പെടുത്തി ഇപ്പൊ ജബ്ബാർ മൗലിയെ പോലും നഷ്ടപ്പെട്ട് ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോ പ്രാർത്ഥന എന്നതിൽ നിങ്ങൾക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ അവിടുന്ന് വിടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. പിന്നെ ഞങ്ങൾ എന്തിനാ തേടുന്നത്? ഞങ്ങൾ തേടുന്ന അള്ളാന്റെ റസൂലെ എന്നോട് തേടിക്കോളി എന്ന് പറഞ്ഞോണ്ടാ. നിങ്ങൾ എന്താ വിചാരിച്ച്? വിശുദ്ധ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പച്ചയായ ഭാഷയിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അന സയ്യിദു വൽദി ആദമ യൗമൽ ഖിയാമ. എന്താ? ഞാൻ മുഅ്മിനീങ്ങളുടെ ആദം സന്തതികളുടെ അഭയമാകുന്നു. സയ്യിദ് എന്ന് പറഞ്ഞാൽ അല്ലദീ യുഫ്സഉ ഇലൈഹി ഫിന്നവാഇബി വശദാഇദ്. എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്ത് പ്രയാസഘട്ടങ്ങളിലും ഓടി ചെല്ലാനുള്ള ആളാണ്. അപ്പൊ ചെന്ന സഹായിക്കോ? യഖൂമു ബിഅംദിഹിം വയതഹമ്മലു അൻഹും മകാരിഹും വയദ്ഫഉഹാ അൻഹും. അതൊക്കെ പ്രതിരോധിക്കാൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധിക്കും. അപ്പൊ യൗമുൽ ഖിയാമ എന്നല്ലേ പറഞ്ഞത്? ഖിയാമത്ത് നാളിൽ എന്നല്ലേ പറഞ്ഞത്? ബേജാറാവണ്ട. അത് ദുനിയാവിലും ആഖിറത്തിലും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദായിരിക്കെ യൗമുൽ ഖിയാമ എന്ന് പറഞ്ഞത് വസബബു തഖീദി അന്ന ഫീ യൗമിൽ ഖിയാമ യൽഹറു സൂദു ലികുല്ലി അഹദിൻ വലാ യബ്ഖാ മുനാസിഉൻ. അന്ന് ആരുണ്ടാവില്ല നിങ്ങൾ എന്ത് സയ്യിദാ എന്ന് ചോദിക്കാൻ, അതിനെ നിരാകരിക്കാൻ ആരുണ്ടാകാത്തോണ്ട് അങ്ങനെ പറഞ്ഞ. ദുനിയാവിലും ആഖിറത്തിലും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദ് തന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. പിന്നെ അത് സയ്യിദാണ്, അഭയാണെന്നല്ലേ ഉള്ളൂ, നമുക്ക് നേടാൻ പറ്റുമോ? അതും ഇമാം നവവി വിശദീകരിച്ചിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അത് വയഅമലു ബിമുഖ്തലാഹു. ഈ അന സയ്യിദ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അതിനനുസരിച്ച് നിങ്ങൾ നോക്കി സയ്യിദാണെന്ന് വിശ്വസിച്ച് എന്നാ പോരാ, അതിനനുസരിച്ച് നിങ്ങൾ പണിയെടുക്കണം, നിങ്ങൾ അഭയം തേടിക്കോ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാ പിന്നെ സ്വഹാബികൾ ചെയ്തിട്ടുണ്ടോ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്തും അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷവും സ്വഹാബികൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബികളും അവരുടെ മക്കളും അവരുടെ പേരമക്കളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടിയിട്ടുണ്ട്. കാരണം എന്താ? അവർക്കറിയാം ഇത് ലാ തദഉ മഅല്ലാഹി അഹദ എന്ന ആയത്തിന്റെ പരിധിയിൽ പെടൂല എന്ന് അവർക്കറിയാം. അതാണ് പ്രശ്നം. പ്രാർത്ഥനയല്ല എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സമയ ദൈർഘ്യമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായിരുന്നാലും സഹാബികൾ ജീവിതകാലത്തും അവിടുത്തെ വഫാത്തിന്റെ സമയം അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി ചോദ്യോത്തരങ്ങളുടെ സമയമാണ്.
ആദ്യം ചോദ്യം ചോദിക്കുന്നത് സുന്നി പക്ഷമാണ്. ചോദ്യത്തിൻ്റെ സമയം 3 മിനിറ്റ്, ഉത്തരത്തിൻ്റെ സമയം 4 മിനിറ്റുമാണ്. ആരംഭിക്കുകയാണ്. ചോദ്യോത്തരം ആരംഭിക്കുകയാണ്. സുന്നിപക്ഷം ചോദ്യം ചോദിക്കുന്നു. ആദരപൂർവ്വം നൗഷാദ് ഹസനെ ക്ഷണിക്കുന്നു. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين ما بعد. ഏതായാലും ആമുഖങ്ങളില്ലാതെ നേരെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. പ്രാർത്ഥന എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ മായം കലർത്തി ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കി ഒടുവിൽ പ്രതികൂട്ടിലായിരിക്കുകയാണ് ഇപ്പോൾ വഹാബികൾ. ചോദ്യം നമ്മുടെ വിഷയം അവതരിപ്പിച്ച ലബ്ബാ മൗലവിയുടെ 1ാമത്തെ വരിയിൽ നിന്ന് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് സഹായാർത്ഥന അള്ളാഹുവോട് മാത്രം. അവിടെ നിന്നാണല്ലോ തുടങ്ങിയത്. അത് നേരത്തെ എന്റെ സുഹൃത്ത് ഫൈസൽ ഹസനി പറഞ്ഞു. എ പി അബ്ദുൽ ഖാദർ മൗലവി, ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സാധാരണ സ്വഭാവമില്ലാത്ത ഏത് സഹായ പ്രതീക്ഷയും തേട്ടവും പ്രാർത്ഥനയാണ്. അപ്പൊ സാധാരണ സ്വഭാവമില്ലാത്ത ഏത് തേട്ടവും പ്രതീക്ഷയൊക്കെ പ്രാർത്ഥനയാണ് എന്ന് എ പി അബ്ദുൽ ഖാദർ മൗലവി വിശദീകരിച്ചു. അതുപോലെ സഹായാർത്ഥന അള്ളാഹിനോട് മാത്രമെന്ന് ലബ്ബ മൗലവിയുടെ വിഷയാവതരണത്തിലും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ 1ാമത്തെ ചോദ്യം, ഇനി കേട്ടില്ല എന്ന് പറയേണ്ട, ശരിക്കും ശ്രദ്ധിച്ചോളൂ, വളരെ വ്യക്തമാണ് ചോദ്യം. വിജനമായ ഒരു സ്ഥലത്ത്, വിജന പ്രദേശത്ത് വെച്ച് പ്രയാസത്തിലകപ്പെട്ട ഒരാൾ, അവിടെ ഉണ്ടാകാനിടയുള്ള ജിന്ന്, മലക്ക് എന്നിവർ സഹായിക്കുമെന്ന് കരുതി യാ ഇബാദല്ലാഹി അഈനൂനി, അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ, എന്ന് തേടിയാൽ, അത് ഖുർആൻ ശിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥനയാണോ? അള്ളാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥനയാണോ അല്ലേ? അതാണ് ഞങ്ങളുടെ 1ാമത്തെ ചോദ്യം. അതെല്ലാവരും മനസ്സിലാക്കണം. ഞങ്ങളുടെ വിഷയാവതരണത്തിലും വിഷയത്തിലും വാദത്തിലുമൊക്കെ പറഞ്ഞ ഒരു സംഗതി, മുജാഹിദ് പ്രസ്ഥാനത്തിന് പ്രാർത്ഥന തിരിയാത്തത് കൊണ്ടാണ് മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ഇസ്തിഗാസ ഇവര് വളരെ ബോധപൂർവം ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സമുദായത്തെ നശിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ പ്രാർത്ഥന മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ചോദ്യം. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. വിജനപ്രദേശത്ത് വെച്ച് അവിടെ ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും സഹായിക്കും എന്ന രൂപത്തിൽ, എന്ന വിശ്വാസത്തിൽ ഒരാൾ യാ ഇബാദല്ലാഹി അഈനൂനി, അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞാൽ അത് അള്ളാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥന ആണോ അല്ലേ? ആണെങ്കിൽ ആണ് എന്ന് പറയണം, അല്ലെങ്കിൽ അല്ല എന്ന് പറയണം. അതാണ് അതിന്റെ മറുപടി. ഞങ്ങൾ ആ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എന്തിനാണ് ഇത് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ദീനിൽ മഹാന്മാരായ സ്വഹാബികൾ നമ്മുടെ കേരളത്തിൽ പഠിപ്പിച്ച മഹത്തായ ആദർശത്തിന് തുരങ്കം വെച്ചുകൊണ്ട് 921 ശേഷം കടന്നുവന്ന് السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ആദരണീയരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ പ്രബോധനത്തിന്റെ ഭാഗമായി കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രബോധനത്തിന്റെ ഏറ്റവും വലിയ ഒരു ഭാഗമാണ് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന കാര്യം. എന്തുകൊണ്ട് ഇത് പറയേണ്ടി വന്നു എന്ന് ഞാൻ വിശദീകരിക്കാതെ തന്നെ ഇവിടെ നടന്ന ചില സംസാരങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, മറുഭാഗത്ത് വിഷയം അവതരിപ്പിച്ച നമ്മുടെ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും എന്നിട്ട് ഞങ്ങൾ മധുരപാനീയമാണ് കുടിക്കുന്നത് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ആളുകൾ ഉണ്ടാക്കിയെടുത്തു.
കുടിക്കുന്നത് കള്ള് തന്നെയാണ്. പക്ഷെ പറയുന്നത് ഞങ്ങൾ മധുരപാനീയമാണ് കുടിക്കുന്നത്. കള്ളിനെ മധുരപാനീയമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടുകൾ വളരെ കൃത്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ പഠിപ്പിച്ച ഒരു കാര്യം, വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരോട് തന്നെ തേടിയാലും, ആരോട് ദുആ നടത്തിയാലും, ആരോട് പ്രാർത്ഥന നടത്തിയാലും അവർക്ക് ഒരു കാരക്കക്കുരുവിന്റെ മുകളിലുള്ള പാടയുടെ അത്ര പോലും കഴിവില്ല. ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅക്കും. നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. അവർ കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും. നിങ്ങളുടെ ദുആ കേട്ടാലും അവർ ഉത്തരം ചെയ്യുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. നാളെ പരലോകത്ത് നിങ്ങൾ ഹാജരാക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത ഈ ശിർക്കിനെ നിങ്ങൾ ആരോടാണോ തേടിയത്, നിങ്ങൾ ആരോടാണോ പ്രാർത്ഥന നടത്തിയത്, നിങ്ങൾ ആരോടാണോ ദുആ നടത്തിയത്, ആ ആളുകൾ നിഷേധിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ പറഞ്ഞതുകൊണ്ട് തന്നെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്കയുമില്ല. നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ അല്ലാഹുവല്ലാത്ത ആരോടെങ്കിലും പ്രാർത്ഥന നടത്തുന്നുവെങ്കിൽ, ആരോടെങ്കിലും പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളുടെയും സമയങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി തേടുന്നുവെങ്കിൽ അത് ശിർക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് വിജനപ്രദേശത്തായാലും ശരി, അതല്ല ആളുകളുള്ള പ്രദേശത്തായാലും ശരി, കരയിലായാലും ശരി, കടലിലായാലും ശരി, മഹാനോടായാലും ശരി, നബിയോടായാലും ശരി, ജിന്നിനോടായാലും ശരി, മലക്കിനോടായാലും ശരി, പിശാചിനോടായാലും ശരി, ശിർക്കാണ് എന്ന കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് സംശയമില്ല. കാരണം ഈ ആയത്ത്, ഞാൻ ഓതിക്കേൾപ്പിച്ച ആയത്ത്, അത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ നമുക്കിങ്ങനെ വായിക്കാം. ഇൻ തദഊഹും എന്ന് പറഞ്ഞാൽ എന്താണ്? ദുആ എന്നാൽ വേറെ എന്തോ ഒരു കാര്യമല്ല. ദുആ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് എന്ത്? ഐ ഇൻ തദഊഹും ഇൻ തസ്തഗീസു ബിഹിം ഫിന്നവായിബി. പ്രയാസങ്ങളുടെ സന്ദർഭങ്ങളിൽ നിങ്ങൾ അവരോട് ഇസ്തിഗാസ നടത്തിയാൽ അത് കേൾക്കില്ല, അറിയില്ല, ഉത്തരം ചെയ്യില്ല. ആരൊക്കെ? വയജൂസു അൻ യർജിഅ ഹാദാ മിനൽ മഅബൂദീന മിമ്മാ യഖിൽ. ഇത് കല്ല്, മരം, ബിംബം, വിഗ്രഹം തുടങ്ങിയവർക്ക് മാത്രം ബാധകമല്ല, അത് ആഖിലിനും ബാധകമാണ്. കൽ മലായികത്തി, മലക്കുകളാകട്ടെ, വൽ ജിന്നി, ജിന്നുകളാകട്ടെ, വൽ അംബിയായി, നബിമാരാകട്ടെ, വശയാത്തീനി, പിശാചുക്കളാകട്ടെ, ഇങ്ങനെ ആരോട് തന്നെ ഈ ഒരു തേട്ടം നടത്തിയാലും, ഈ ഒരു പ്രാർത്ഥന നടത്തിയാലും അത് ശിർക്കാണ് എന്ന് തന്നെയാണ് മുജാഹിദുകൾ ഒന്നാമത്തെ ദിവസം മുതൽ പറഞ്ഞത്. ഇന്നും മുജാഹിദുകൾക്ക് അത് തന്നെയാണ് ഈ സമൂഹത്തോട് പറയാനുള്ളത്. ഏതായാലും വളരെ നന്നായിട്ടുണ്ട്. കള്ളാണോ കുടിക്കുന്നത്, ചായയാണോ എന്ന് ഇൻഷാ അല്ലാഹ് ഈ സംവാദം തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇരിക്കട്ടെ, ഏതായാലും ഇപ്പോൾ പറഞ്ഞതെന്താ? യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിക്കുന്നത് ശിർക്കാണോ എന്ന് ചോദിച്ചപ്പോൾ അത് ആ വാക്ക് പറയാൻ അയാൾക്കൊരു ചെറിയ പ്രയാസം ഉണ്ടാവും. ഏതായാകട്ടെ ശിർക്കാണ് എന്നാണല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വെച്ചത്. അടുത്ത ഞങ്ങളുടെ ചോദ്യം, ഇത് നിങ്ങളുടെ പത്രം ഇസ്ലാഹ് പത്രം, ഞങ്ങളുടേതല്ലല്ലോ ഇസ്ലാഹ് പത്രം. ഇതിൽ നിന്ന് ഞാൻ വായിക്കുന്നു, കേട്ടോളൂ. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഹനീഫി അനസൊന്നും അവിടെ ഇല്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, ഇൻ ബ്രാക്കറ്റ് മനുഷ്യൻ, മലക്ക്, ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച്, പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. നിങ്ങളെ പത്രമാണ് ഈ പറയുന്നത്, നിങ്ങളുടെ ഇസ്ലാഹ് പത്രം. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാഹ് പത്രം ശിർക്ക് പ്രചരിപ്പിക്കുന്ന പത്രമാണോ? എന്റെ രണ്ടാമത്തെ ചോദ്യം. മറുപടി പറയണം. ഇതാരാ എഴുതിയത്? നിങ്ങൾക്ക് ഇത്ര കാലം തൗഹീദ് പഠിപ്പിച്ച ജബ്ബാർ മൗലവി. അതാ അതിന് വലിയ രസം. മണ്ണാർക്കാട് ഞങ്ങളുടെ അലവി സഖാഫി ഉസ്താദ്, മളിയേക്കൽ ഉസ്താദ്, അങ്ങോട്ട് മഞ്ചേശ്വരത്ത് പേരോട് ഉസ്താദിന്റെ കൂടെ, അതുപോലെ ആലുവയിലും, അതുപോലെ തന്നെ ഈ അടുത്ത് തലശ്ശേരിയിലും എല്ലാ നേതൃത്വം നൽകിയ, നിങ്ങളെ മുന്നിൽ തലയെ കെട്ടിയിരുന്നിരുന്ന ജബ്ബാർ മൗലവി എവിടെ പോയി? അയാളായത് പറയുന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. മൂവാറ്റുപുഴയിലെത്തിയപ്പോൾ ആ നേരത്തെ തലശ്ശേരിയിലും ആലുവയിലും മണ്ണാർക്കാടും ഉണ്ടായിരുന്ന ജബ്ബാർ മൗലവി മുശ്രിക്കായി എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും.
അതുകൊണ്ട് ഞങ്ങളെ രണ്ടാമത്തെ ചോദ്യം, നിങ്ങളെ ഇസ്ലാഹ് പറയുന്നു അഭൗതികമായ തേട്ടം അതിലില്ല, അത് പ്രാർത്ഥനയല്ല എന്ന് ജബ്ബാർ മൗലവി പറയുന്നു. ഇസ്ലാഹ് പറയുന്നു ജബ്ബാർ മൗലവി ശിർക്കിന്റെ പ്രചാരകനാണോ, ജബ്ബാർ മൗലവി മുശ്രിക്കാണോ? മറുപടി പറയണം. ഇസ്ലാഹ് പത്രം വെറുതെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് പ്രാർത്ഥന തിരിഞ്ഞിട്ടില്ല, നിങ്ങൾ കള്ളും തിരിഞ്ഞിട്ടില്ല, ചായയും തിരിഞ്ഞിട്ടില്ല എന്നുള്ളത് തിരിഞ്ഞിട്ടില്ല. അതാ നിങ്ങൾക്കുള്ളത്. നിങ്ങൾ മറുപടി പറ, നിങ്ങളെ പത്രമല്ലേ നിഷേധിക്ക്. അപ്പൊ ജബ്ബാർ മൗലവി പോയി. പിന്നാരാ പോയത് ഞാൻ വഴിക്ക് കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. നിങ്ങളൊക്കെ വേറെയും പുസ്തകം ഉണ്ടതാ, ജബ്ബാർ മൗലവി ഇതിനു വേണ്ടി മാത്രം എഴുതിയ പുസ്തകം. വിളിച്ചു ചോദിച്ചോക്കെ, അയാളുണ്ടാവുമല്ലോ അവിടെ തുറക്കല്, ഫോണിലായിക്കോട്ടെ, വാണി ജിന്നിന്റെ സഹായം തേടിക്കോ. അതുകൊണ്ട് യാ ഇബാദല്ലാഹി അഈനൂനി, വഴിയറിയാതെ വിജനമായ സ്ഥലത്ത് കുടുങ്ങിയ ഒരാൾ അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അതും ശിർക്കാണെന്നല്ലേ നിങ്ങളെ വാദം? ഹനീഫ് മൗലവി നിങ്ങളെ തൗഹീദ് പഠിപ്പിച്ച ജബ്ബാർ മൗലവിക്ക് ഇത് തിരിയാതെ പോയോ? മറുപടി പറയണം. അതെന്നെ. അപ്പൊ ജബ്ബാർ മൗലവി ഇത്ര കാലം നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ മറന്നുപോയി, അയാളെയും പോലും നിങ്ങൾ മുശ്രിക്കാക്കി. അപ്പൊ ചോദ്യം വ്യക്തമാണ്, ജബ്ബാർ മൗലവി ശിർക്കിന്റെ പ്രചാരകനാണോ, ഇസ്ലാഹ് പത്രം ശിർക്കിന്റെ പ്രചാരകനാണോ? മറുപടി ഞങ്ങൾ കാത്തിരിക്കുന്നു. യാ ഇബാദല്ലാഹി അഈനൂനി എന്നത് ശിർക്കാണ് നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇതിന് കൂടി കൃത്യമായ മറുപടി പറയും. ഇവിടെ ഇപ്പൊ മൂപ്പര് കാര്യമായിട്ട് വന്നത് ഓരോരുത്തർ എവിടെ പോയി എന്ന് ചോദിക്കാനാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ കാന്തപുരത്തിന്റെ മരുവൻ അബ്ദുൽ ബാരി മുസ്ലിയാരും ഹസൻ സക്കാഫിയും ഇസ്മായിൽ സക്കാഫിയും എവിടെ പോയി എന്ന് ചോദിക്കും. ഇവിടെ ആള് അങ്ങോട്ട് പോയി എന്നുള്ള കണക്കെടുക്കാനല്ല, ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ. നിങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ പറയില്ല എന്നല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആദർശം വളരെ കൃത്യമായി പറഞ്ഞു. അത് പറഞ്ഞു ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾക്ക് തിരിഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് തിരിഞ്ഞെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞത് നിങ്ങൾ തിരിയാതാക്കുകയാണ്. ഇത് നിങ്ങളുടെ സെൻസിങ്. ഈ സെൻസിങ് ഏതാണ്? സെൻസിങ് എന്ന് ഓർമ്മയുണ്ടോ? ഈ സെൻസിങ്ങിന്റെ പ്രത്യേകത നമ്മളുടെ ഈ കുന്നത്തേരി സംവാദത്തെക്കുറിച്ച് റിപ്പോർട്ട് വന്ന സെൻസിംഗ് ആണ്. ഈ സെൻസിംഗ് 24 ഫെബ്രുവരി 2009 ഈ സെൻസിംഗിൽ എഴുതുകയാണ്, ഹനീഫ് കായ ജിന്നിനെ വിളിച്ച് സഹായം തേടാൻ പറ്റില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ ഹനീഫ മൗലവി ജിന്ന് സ്പെഷ്യലിസ്റ്റുകളായ ജബ്ബാർ കോക്കസിനെ ഒന്നടങ്കം മുശ്രിക്കാക്കി എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു. ഈ ജിന്നിനോട് തേടൽ ശിർക്കാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളെ ദേവി. പക്ഷേ ഇപ്പോ അത് നിങ്ങളോട് മറന്നുപോയി. ഞങ്ങൾ അവിടെ പറഞ്ഞത് തക്ബീർ തൊഴിലാളികൾ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുക. ഞങ്ങൾ പറയുന്നു ഈ ഇസ്ലാഹ് മാസികയിൽ വന്നത് അത് ശിർക്കാണ്, അത് ശിർക്കാണെന്ന് ഞങ്ങൾ എഴുതി. ഇനി അയാൾ മുശ്രിക്കാണോ ഇയാൾ മുശ്രിക്കാണോ, അങ്ങനെ ആളെ മുശ്രിക്കാക്കലല്ല ഞങ്ങളുടെ പണി. ഇത് ശിർക്കാണ്. ഞങ്ങളെതിരെ പറഞ്ഞു, ഞങ്ങളത് പ്രഖ്യാപിച്ചു. കേരള ജമിയത്തുൽ ഉലമ ഈ വിഷയത്തിൽ ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടായപ്പോൾ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തി പഠിപ്പിച്ചു. ചുരുക്കത്തിൽ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കും ഹറാമുമാണ്. കേരള ജമിയത്തുൽ ഉലമ സ്വീകരിച്ചു വന്ന ഈ നിലപാടിനെ ശരിവെക്കുന്ന പണ്ഡിതന്മാരുടെ ഫത്വ കൂടി ആ വിഷയത്തിൽ ഉദ്ധരിക്കുകയും ചെയ്തു. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാകില്ലേ? ഉണ്ടാകുമല്ലോ. തൗഹീദിന്റെ ആളുകളെയല്ലാതെ നിങ്ങളെ പഴപ്പിക്കേണ്ട പണി ഇനി പിശാചിനില്ലല്ലോ. ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ശിർക്കിന്റെ കോട്ടകൊത്തളങ്ങളിൽ ഭക്ഷണം കഴിച്ച് താമസിക്കുന്ന നിങ്ങളെ ഇനി പിശാചിന് തൗഹീദിൽ പഴപ്പിക്കേണ്ടതില്ല. ആ വിഷയത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കേണ്ടത് തൗഹീദ് അംഗീകരിക്കുന്നവരുടെ ഇടയിലാണ്. ആ ആശയക്കുഴപ്പമുണ്ടായപ്പോൾ കേരള ജമിയത്തുൽ ഉലമയും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനവും കൃത്യമായ നിലപാട് ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ ഔലിയാക്കളോട് തേടുന്നത് പോലെ, അംബിയായിനോട് തേടുന്നത് പോലെ, മലായിക്കത്തിനോട് തേടിയാലും ജിന്നിനോട് തേടിയാലും, അത് വിജനപ്രദേശത്തായാലും കടലിലായാലും കരയിലായാലും ഹൈവേയിലായാലും ചുരത്തിലായാലും അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹുവിനോടല്ലാതെ തേടാൻ പാടില്ല. അതിനപ്പുറത്ത് ആ പ്രതിസന്ധി ഘട്ടത്തിൽ ജിന്നോ മലക്കോ തങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തേടുന്നത് ശിർക്കാണ് എന്ന് ഇന്ന് പറഞ്ഞതല്ല, ഇപ്പോൾ പറഞ്ഞതല്ല. ഞങ്ങളത് പണ്ടും പറഞ്ഞു. ഞങ്ങളത് പറഞ്ഞു എന്നത് നിങ്ങളോട് മറന്നുപോയി എന്ന് മാത്രം. അത് നിങ്ങളും എഴുതിയതാണ്. ഇതൊരു പുതിയ കണ്ടെത്തലോ ഒരു പുതിയ അഭിപ്രായമോ ഇപ്പോൾ സ്വീകരിച്ച നിലപാടോ അല്ല എന്ന്
എന്ന് ഈ സെൻസിംഗ് എങ്കിലും ഒന്ന് മറിച്ചു നോക്കിയാൽ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി കിട്ടി, അത് ശരിയാണെന്ന് അദ്ദേഹം അംഗീകരിച്ചു. രണ്ടാമത്തെ ചോദ്യത്തിനും മറുപടി പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വാദം ശിർക്കാണ്, ആ വാദം അബദ്ധമാണ്, അത് എഴുതിയത് തിരുത്തേണ്ടതാണ്, അത് മാറ്റേണ്ടതാണ്, അത് അംഗീകരിക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ കേരളത്തിലെ ഒരു മുജാഹിദിനും സംശയമില്ല, ഒരു മുജാഹിദിനും അത് അംഗീകരിക്കാത്ത പ്രശ്നമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അല്ലാഹുവിന്റെ കൂടെ വേറെ ആരോടും തേടരുത് എന്നാണ്. അതോതിയ മുജാഹിദുകൾ എങ്ങനെ ജിന്നിനോട് തേടാമെന്ന് പറയും, എങ്ങനെ മലക്കിനോട് തേടാമെന്ന് പറയും? അത് പറയില്ല മുജാഹിദുകൾ. അതേപോലെ തന്നെ ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, ഇതാണ് ഖുർആൻ. അത് പറയുന്ന മുജാഹിദുകൾ ജിന്നിനോട് തേടില്ല. അൽഹംദുലില്ലാഹ്, വളരെ മുതലായിട്ടുണ്ട് നിങ്ങളെ സംവാദം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ അടുത്ത പിളർപ്പിന്റെ പ്രഖ്യാപന സമ്മേളനമായി നമ്മുടെ ഈ സംവാദം മാറിക്കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അല്ല അനീഫ് മൗലവി, നിങ്ങൾ സെൻസിംഗ് എടുത്ത് വായിച്ചെന്താ? ആലുവയിൽ വന്നപ്പോ തന്നെ ജബ്ബാർ മുശ്രിക്കായിരുന്നു. ആ മുശ്രിക്കിനും കൂട്ടിയിട്ട് ഞങ്ങൾ തലശ്ശേരി വന്നത്. മുശ്രിക്കിനും കൂട്ടിയിട്ടായിരുന്നു നടത്തം. നിങ്ങളെ ജമ്മിയത്തിൽ കൂടെ ഉലമ കൂടിയാൽ എത്ര മുശ്രിക്കുണ്ട്, എത്ര കാഫിറുണ്ട്, എത്ര മുബഹിദുണ്ട് പറയണം ജനങ്ങളോട്. അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. ഇത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ഇനി കാണാനിരിക്കുന്നു. പഠിച്ചോളൂ ജനങ്ങളെ, മുജാഹിദിന്റെ തൗഹീദ് പൊടിഞ്ഞിരിക്കുന്നു. ജബ്ബാർ മൗലവി മുശ്രിക്ക്, അതുപോലെ തന്നെ സക്കരിയ സുലായി മുശ്രിക്ക്, ഇവരെ കൂട്ടത്തിൽ തന്നെ മുശ്രിക്കുണ്ട്, മുവഹിദുണ്ട്. ഇനി അടുത്തത് കേട്ടോ, മുശ്രിക്ക് യാ ഇബാദല്ലാഹി അഈനൂനി, അള്ളാന്റെ അടിമകളെ സഹായിക്കൂ എന്ന് പറഞ്ഞ മുശ്രിക്കാണെന്നില്ല നിങ്ങളെ വാദം. ഇതാരാണ്? ഇത് നിങ്ങളുടെ ഷൗക്കാനിയുടെ കിതാബ്. ആരാ? ശരിക്കും കേട്ടോളൂ, ചോദ്യം കേട്ടോളൂ. ജബ്ബാറല്ലേ ഇനി അടുത്തതാ വരാൻ പോകുന്നത്. ആരാ ഷൗക്കാനി? ഇതാ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് രാമുഖം. ഈ പുസ്തകത്തിൽ പറയുന്നു, ഷൗക്കാനി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തെക്കുറിച്ച് പുകഴ്ത്തി അവസാനം പറഞ്ഞു, ഇബ്നു അബ്ദുൽ വഹാബിന്റെ പ്രസ്ഥാനത്തിൽ ആകർഷ്ടനായി അൾജീരിയയിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും മൊറോക്കോവിലും ഉദ്ധാരണ പ്രവർത്തനം നടത്തിയ മുജദ്ദിദായി നിങ്ങൾ പരിചയപ്പെടുത്തിയ മിസ്റ്റർ ഷൗക്കാനി. അയാളുടെ കിതാബാണ് തുഹ്ഫത്തുൽ ദാക്കിരീൻ. അയാളതാ പറയുന്നു കേട്ടോളൂ, യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് പറയണമെന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അയാൾ പറയുന്നു, വഫിൽ ഹദീസി, ഈ ഹദീസിലുണ്ട് ദലീലുൻ, തെളിവുണ്ട്, അലാ ജവാദിൽ ഇസ്തിയാനതി ബിമല്ലാ യറാഹും ബിമല്ലായറാഹുമുൽ ഇൻസാൻ, മനുഷ്യന്മാര് കാണാത്തവരോട് സഹായം തേടാൻ ഇതിൽ തെളിവുണ്ട്. എന്നിട്ട് പറയുകയാണ്, അതാരാണ്? മിൻ ഇബാദില്ലാഹി മിനൽ മലായികത്തി വസ്വാലിഹിൽ ജിന്നി, ജിന്നുകൾ മലക്കുകൾ ഇവരോട് സഹായം തേടാൻ ഈ ഹദീസിൽ തെളിവുണ്ട്. എന്നിട്ട് പറയുന്നു, വലൈസ ഫീ ദാലിക ബൗസുൻ, വലൈസ ഫീ ദാലിക ബൗസുൻ, ആ സഹായതേട്ടത്തിൽ ഒരു കുഴപ്പവുമില്ല. മുജാഹിദ് പ്രസ്ഥാനമേ ചോദിക്കട്ടെ, മൂന്നാമത്തെ ഞങ്ങളുടെ ചോദ്യം, നിങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കുന്നതിലും അതിന്റെ ഉദ്ധാരണ പ്രവർത്തനത്തിലും പങ്കുവഹിച്ച ഷൗക്കാനി പറയുന്നത്, യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിച്ചു സഹായം തേടിയാൽ വലൈസ ഫീ ദാലിക ബൗസുൻ, അതിനൊരു കുഴപ്പവുമില്ല. ഇന്നലെ നിങ്ങൾ പറയുന്നു അത് ശിർക്കാണ്. മുജാഹിദ് പ്രസ്ഥാനം എവിടെ നിൽക്കുന്നു? ഇനി നിങ്ങൾ എങ്ങട്ടാ? എണ്ണിക്കോളട്ടോ, എണ്ണം മറക്കണ്ട. ജബ്ബാർ മുശ്രിക്ക്, സക്കരിയ മുശ്രിക്ക്, ഇവരെ കൂടെ ഉണ്ടായിരുന്ന പലരും മുശ്രിക്ക്, ഇപ്പൊ ഉള്ളതിൽ തന്നെ പലരും മുശ്രിക്ക്, അവസാനം ആര് മുശ്രിക്ക്? ഷൗക്കാനി മുശ്രിക്കാൻ പോവാ. നിങ്ങൾ മറുപടി പറയണം. കിതാബിലില്ലേ ഇത്? യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിച്ചാൽ വലൈസ ഫീ ദാലിക ബൗസുൻ. ഹനീഫ മൗലവി, നിങ്ങളെ നെഞ്ചത്തേക്കാണ് എന്റെ ചോദ്യം. നിങ്ങൾ പറയുന്നു ശിർക്കാണ്, നിങ്ങളെ നേതാവ് ഷൗക്കാനി പറയുന്നു വലൈസ ഫീ ദാലിക ബൗസുൻ, വലൈസ ഫീ ദാലിക ബൗസുൻ. മുജാഹിദികളെ നിങ്ങളും പഠിച്ചോ ഇത്? ഫൈസൽ ഹസനിയെ പുറകിലിരുത്തി അദ്ദേഹം ഉന്നയിച്ച ഒരു പരാമർശത്തിന് ഇങ്ങനെ നൗഷാദ് ഹസനി മറുപടി പറയേണ്ടതില്ലായിരുന്നു. കാരണം ഫൈസൽ ഹസനി 1-2 പ്രാവശ്യം ചോദിച്ചു, നിങ്ങൾ പ്രമാണങ്ങളിൽ അടിയുറച്ച് നിൽക്കണ്ടേ, എന്താ നിങ്ങൾ പ്രമാണങ്ങളിൽ നിൽക്കാത്തത്? ഇതാണല്ലോ മുജാഹിദ് പ്രമാണങ്ങൾ. അത് ആ മറുപടി എന്നെ കൊണ്ട് പറയിക്കാനാകണം ഈ ചോദ്യം ചോദിച്ചത്. മുജാഹിദികൾ പ്രമാണത്തിലാണ് അടിയുറച്ച് നിൽക്കുന്നത്. മുജാഹിദികൾ ഷൗക്കാനിയുടെ പിന്നിലല്ല, മുജാഹിദികൾ ഇബ്നുൽ ഖയ്യിമിന്റെ പിന്നിലല്ല, മുജാഹിദികൾ ഇബ്നു തൈമിയയുടെ പിന്നിലല്ല, മുജാഹിദികൾ ഇമാം ഷാഫിയുടെ പിന്നിലല്ല, മുജാഹിദികൾ ഇമാം മാലിക്കിന്റെ പിന്നിലല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പിന്നിലല്ല. മറിച്ച് അവരാര്
പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിവുദ്ധരിച്ചോ അവരുടെ പിന്നിലാണ് മുജാഹിദുകൾ നിൽക്കുന്നത്. ആ പ്രമാണത്തിന്റെ പിന്നിലാണ് മുജാഹിദുകൾ നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോഴോ മുജാഹിദുകൾ ഇമാം ഷാഫി പറഞ്ഞ പ്രമാണത്തിന് പിന്നിൽ നിൽക്കുന്നു, മുജാഹിദുകൾ ഇമാം മാലിക് പറഞ്ഞ പ്രമാണത്തിന് പിന്നിൽ നിൽക്കുന്നു, മുജാഹിദുകൾ ഇമാം അബൂ ഹനീഫ പറഞ്ഞ പ്രമാണത്തിന് പിന്നിൽ നിൽക്കുന്നു, മുജാഹിദുകൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞ പ്രമാണത്തിന് പിന്നിൽ നിൽക്കുന്നു, മുജാഹിദുകൾ ശൗക്കാനി പറഞ്ഞ പ്രമാണത്തിന് പിന്നിൽ നിൽക്കുന്നു, മുജാഹിദുകൾ ഈ പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞ പ്രമാണങ്ങൾക്ക് പിറകിൽ നിൽക്കുന്നു. ഇവിടെ ശൗക്കാനിക്ക് പോലും നിങ്ങൾ പറഞ്ഞ വാദം ഉണ്ട് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ. മഹാന്മാരോട് നടത്തുന്ന ഇസ്തിഗാസ അത് പ്രാർത്ഥനയല്ല, അത് അനുവദനീയമാണ് എന്ന വാദം ശൗക്കാനിക്കുമില്ല. ഈ പറഞ്ഞതോ ശൗക്കാനി പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതല്ല. അദ്ദേഹത്തിന്റെ ഈ വീക്ഷണം ശരിയല്ല. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആൻ പറഞ്ഞ പണ്ഡിതന്മാർ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ച കാര്യവുമായി ഇത് വിയോജിക്കുന്നു എന്നതുകൊണ്ട് തന്നെ, അതുകൊണ്ട് അദ്ദേഹം കാഫിറായി, മറ്റേയാള് കാഫിറായി, നിങ്ങളുടെ കൂട്ടത്തിൽ ആരൊക്കെയാ കാഫിറുണ്ടാകുക എന്നൊക്കെയാണല്ലോ. അപ്പോ ഒരാളെ കാഫിറാക്കിയ ആളാണോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള നേതാവ്? നിങ്ങളുടെ നേതാവ് ഈ കെ കാഫിറാക്കിയ ആളാണല്ലോ. അയാൾ ഈ കെ കാഫിറല്ലെങ്കിൽ ആ കുഫർ തിരിച്ചു വരുന്നത് നിങ്ങളുടെ പ്രസിഡന്റിനാണല്ലോ. പ്രസിഡന്റ് എന്നെ കാഫിറാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യം പറയേണ്ടതില്ലല്ലോ. ആലോചിച്ചു നോക്കൂ, ഒരു യോഗത്തിന്റെ അധ്യക്ഷൻ തന്നെ ആരായി മാറുകയാണ്? ആ ഈ കെ കാഫിർ അല്ലെങ്കിൽ ഉള്ളാളായി മാറുകയാണ്. അങ്ങനെയല്ലേ? അപ്പോ അതേപോലെ തന്നെ പണ്ട് കഴിഞ്ഞു പോയ ആളുകൾ കേവി കാഫിറാണെന്നല്ലേ ഖുർആൻ പരിഭാഷപ്പെടുത്തിയതിന്റെ പേരിൽ, അതിൽ ഖുർആനിലെ ആയത്തുകൾക്ക് അർത്ഥം കൊടുത്തതിന്റെ പേരിൽ സത്യനിഷേധിയാണെന്നല്ലേ? അപ്പോ ഈ ജാതി സത്യനിഷേധികളുടെ പേരൊക്കെ കേട്ടുമ്പോ നവ്വറല്ലാഹു മർക്കദഹു എന്നും ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്നൊക്കെ ചൊല്ലിയിരിക്കുന്ന ആളുകളാണെങ്കിൽ അതേ ചോദിക്കുകയുള്ളൂ. ഞങ്ങളുടെ നിലപാട് കൃത്യമാണ്. അല്ലാഹുവല്ലാത്ത ആരോടും, അത് ജിന്നാകട്ടെ, മലക്കാകട്ടെ, അതല്ലെങ്കിൽ മനുഷ്യന്മാരാകട്ടെ, മഹാത്മാക്കളാകട്ടെ, ആരായാലും അവരോട് തേടാമെന്നതിന് ശൗക്കാനി അങ്ങനെ തേടാമെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ജിന്നുകളും മലക്കുകളും ഉള്ള വിഷയമാകട്ടെ, അതിന് അദ്ദേഹം തെളിവ് ധരിച്ചിട്ടില്ല. ശൗക്കാനിയുടെ ഒരു വാദത്തെ അങ്ങനെ തന്നെ പിൻപറ്റേണ്ട ഒരു ബാധ്യത മുജാഹിദുകൾക്കില്ല. ശൗക്കാനിയെക്കാളൊക്കെ എത്രയോ വലിയ പണ്ഡിതനല്ലേ ഇമാം ഷാഫി? ശൗക്കാനിയേക്കാൾ വലിയ പണ്ഡിതനല്ലേ ഇമാം അബൂ ഹനീഫ? ശൗക്കാനിയേക്കാൾ വലിയ പണ്ഡിതനല്ലേ ഇമാം മാലിക്? അവരുടെ വീക്ഷണത്തിൽ അബദ്ധം വരാം എന്ന കാര്യത്തിൽ ലോകത്താർക്കെങ്കിലും തർക്കമുണ്ടോ? ഇമാം മാലിക്കിന് അബദ്ധം വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ വീക്ഷണത്തിൽ? കർമ്മശാസ്ത്രപരമായ മസലകളാണെങ്കിൽ പോലും വീക്ഷണങ്ങളിൽ അബദ്ധം വന്നിട്ടുണ്ട്. അത് പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ തിരുത്തിയിട്ടുമുണ്ട്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഫൈസൽ ഹസനി സൂചിപ്പിച്ചതുപോലെ മുജാഹിദുകൾ പ്രമാണങ്ങളോടൊപ്പമാണ്. അത് തുറന്നു പറയാൻ ഈ ഒരു ചോദ്യം ചോദിച്ചതിന് പ്രത്യേകമായി ഞാൻ നൗഷാദ് ഹസനിക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഏതായാലും തങ്ങളുടെ വാദം, ആ വാദവുമായി ബന്ധപ്പെട്ട് ഈ വിഷയമൊന്ന് ആളുകൾ പഠിക്കട്ടെ. ഞങ്ങളുടെ അരികിലുള്ള ആദർശത്തിന്റെ കനം ജനങ്ങളൊന്നറിയട്ടെ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചോദ്യം പോലും ഉന്നയിക്കാൻ കഴിയാതെ ഈ വിഷയത്തിൽ കെട്ടിത്തിരിഞ്ഞു പോകേണ്ട ദുരവസ്ഥയാണ് നിങ്ങൾക്കുണ്ടായിരിക്കുന്നത്. അപ്പോ ശൗക്കാനിയും പുറത്ത് എന്തായിപ്പോ? ജബ്ബാർ പുറത്ത്, സക്കരിയാസലായി പുറത്ത്. അല്ല, ഇനിയിപ്പോ മുജാഹിദുകൾ ആര് പറഞ്ഞതാ സ്വീകരിക്കേണ്ടത്? കായക്കൊടി പറഞ്ഞതാ? ഇവർ പറഞ്ഞതൊക്കെ തെറ്റ്, എല്ലാം തെറ്റ്. മൂപ്പര് പറയാൻ പ്രമാണം പറഞ്ഞിട്ടില്ല. എങ്ങനെ ശൗക്കാനി തുടങ്ങിയത്? വഫിൽ ഹദീസി ദലീലുൻ, പ്രമാണമല്ലേ പറഞ്ഞത്? എവിടുന്നാ ഇനിയിപ്പോ മറി എഴുന്നേറ്റ് വരുന്നത്? പിന്നെയോ, പിന്നെ മൂപ്പർക്ക് കിട്ടിയത് കഫറിന്റെ അർത്ഥ. അത് ബാലുശ്ശേരിനോടൊന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാൽ മൂപ്പര് പുറത്താകത്തോന്ന് അല്ലാഹു അലം. മുജാഹിദ് ബാലുശ്ശേരിക്ക് പോലും പറയാം കഫറൊക്കെ എത്ര വേനുണ്ട്. അത് കായക്കൊടിക്ക് തിരിയാതെ പോയത് വളരെ അത്ഭുതമായി പോയി. അതുകൊണ്ട് അതിലിടപെട്ട് വിഷയം മാറ്റാൻ ഞങ്ങൾ സമ്മതിക്കൂല. നിങ്ങൾക്ക് എന്താ പറ്റിയത് അറിയോ? അത് ഈ പുതിയ ലക്കം അൽമനാറിലുണ്ട്. ഇജ്തിഹാദ് വർദ്ധിക്കുന്നു. കണ്ടോനും കേട്ടോനൊക്കെ ഇജ്തിഹാദ് ഇയാളെ സമ്മതം കൊടുത്തു. കരിമ്പിൻ കൂട്ടത്തിലേക്ക് ആനകളെ കെട്ടയച്ചു വിട്ടതുപോലെ നിങ്ങൾ കെട്ടയച്ചു വിട്ടു. ഗവേഷണം എവിടെയെന്ന് പോലും നിങ്ങൾക്ക് അറിഞ്ഞില്ല. അതാ നിങ്ങൾക്ക് പറ്റിയ അബദ്ധം. ഉപരി പറയാ വീക്ഷണ വ്യത്യാസം ഉണ്ടാവില്ല. ശിർക്ക് തൗഹീദ് വ്യത്യാസത്തിലാണോ മൗലവി? എവിടുന്ന് എഴുന്നേറ്റ് വരാ ഇയാളൊക്കെ? അങ്ങനുണ്ടോ ഒരു വീക്ഷണ വ്യത്യാസം? ഇത് തൗഹീദ് ശിർക്കിന്റെ വിഷയാ. യാ ഇബാദല്ലാഹി അയ്യൂനി എന്ന് വിളിച്ചാൽ അത് മുവഹിദാന്ന ശൗക്കാനിയുടെ വാദം, ജബ്ബാർ മൗലവിയുടെ വാദം. പിന്നെ മൂപ്പർക്ക് വലിയ സന്തോഷമായി ഞാൻ ചോദ്യം ചോദിക്കുമ്പോ. കാരണം സക്കരിയ സലാഹിനോട് പണ്ടേ മൂപ്പർക്ക് ഭയങ്കര ഉറപ്പാ.
അത് അയാളെ പുറത്താക്കാനും ജബ്ബാറിനെ പുറത്താക്കാനുള്ള ഒരു അവസരം കിട്ടിയല്ലോ, അതിന് മുമ്പ് നന്ദി പറഞ്ഞതാണ്. തിരിച്ചങ്ങോട്ടും നന്ദി. നിങ്ങളതൊന്ന് പൊളിച്ച് കയ്യിൽ കൊടുക്കണം തന്നെ ഞങ്ങളും വിചാരിച്ചത്. ഇനി കേട്ടോ അടുത്ത ആള് കഴിഞ്ഞിട്ടില്ല. ഒന്ന് ജബ്ബാർ മൗലവി, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോന്ന് ഷൗക്കാനി. ഇനിയോ ഞങ്ങളുടെ എല്ലാവരുടെയും നേതാവ് ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി റഹിമഹുല്ലാഹ്, ലോകത്ത് തർക്കമില്ലാത്ത മഹാൻ. കണ്ടില്ലേ നിങ്ങൾ? എന്താ